ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയവായന സുഹൃത്തെ, യേശു കർത്താവിൻ്റെ നാമത്തിൽ താങ്കൾക്ക് സ്നേഹവന്ദനം. ഇന്ന് ഏപ്രിൽ 24 ഒന്നാമത്തെ വായനാഭാഗം. ആവർത്തന പുസ്തകം 8-9 അധ്യായങ്ങൾ. മോശെ തൻ്റെ ജനത്തോട് തുടർന്നും സംസാരിക്കുകയാണ്. ഇവിടെ പ്രമാണിക്കുന്നത് എന്തെന്നാൽ, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ നീ ഓർത്തുകൊള്ളണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചില്ല, നിന്റെ കാൽ വീങ്ങിയില്ല. നിന്നെ ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്ന പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. അപ്പോൾ അവിടെ ദൈവം എങ്ങനെയാണ് ഇവരെ വഴി നടത്തിയത്? അവർ ആഹാരമൊന്നും പാകം ചെയ്യുകയോ അല്ലെങ്കിൽ കൊയ്യുകയോ കളപ്പുരയിൽ കൂട്ടിവെക്കുകയോ ഒന്നും ചെയ്തില്ല. അവർക്ക് അന്നുള്ള ആഹാരം ദൈവം കൊടുത്തുകൊണ്ടേയിരുന്നു. അവരുടെ ചെരുപ്പ് വലുതാകുകയോ ചെറുതാകുകയോ ഒന്നുകൊണ്ട് ജീർണിച്ചില്ല. ഉടുത്ത വസ്ത്രങ്ങൾ 40 വർഷവും ജീർണിച്ചില്ല. അത് ഒന്നും കേടായില്ല, എല്ലാം ഫ്രഷായി തന്നെ ഇരുന്നു. ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നീ ഇനി ചെല്ലാൻ പോകുന്ന ദേശം, ആ ദേശത്തെക്കുറിച്ച് ചില വർണ്ണനകൾ പറയുന്നത്, അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം, കോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഉള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിയാകുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. അവിടെ നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവയെ മറക്കാതിരിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിപ്പാനും നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും നിന്നെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടെ നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം അപ്പോൾ ഇതെല്ലാം വന്ന വഴിയിലുള്ള അത്ഭുതകരമായ കാര്യങ്ങളാണ്. അത് മരുഭൂമി, വെള്ളമില്ലാത്ത മരുഭൂമി, അവിടെ അഗ്നിസർപ്പങ്ങളും തേളും ഒക്കെയുള്ള മരുഭൂമി, അവിടെ അങ്ങനത്തെ സ്ഥലങ്ങളാണത്. അവിടെ ഇത്രയും ജനത്തിന് വേണമെങ്കിൽ ഇതൊക്കെയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല എന്നാണ് പറയുന്നത്. പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാരെ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത് നിന്റെ ദൈവമായ യഹോവയെ നീ മറന്ന് എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും എൻ്റെ ഈ സമ്പത്തുണ്ടാക്കിയെന്ന് നിൻ്റെ ഹൃദയത്തിൽ പറയാതിരിക്കാനും സൂക്ഷിച്ചു കൊള്ളണം. അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. അപ്പോൾ ദൈവത്തിനാണ് നിന്നെ ഇത്രയും ഒക്കെയും സഹായിച്ചത് ദൈവമാണ്. ഇവിടെയും നമ്മൾ ഓർക്കേണ്ട പല കാര്യങ്ങളാണ്. അപ്പം നമ്മളും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ പിൻപറ്റി നടന്നാൽ ദൈവം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് അങ്ങനെയല്ലെങ്കിൽ പോലും ഇവിടെ ഈ ഭൂമിയിൽ ദുഷ്ടനും മഴ പെയ്യുന്നുണ്ട്, നല്ലവനും മഴ പെയ്യുന്നുണ്ട്, എല്ലാവരും ദൈവം പരിപാലിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ദൈവം ചെയ്യുന്ന സഹായങ്ങളെ കാണാതെ പോകുവാനും ദൈവം നടത്തുന്ന വിധങ്ങളെ മറന്നു പോകാതിരിക്കും. അതിനെക്കുറിച്ച് അറിഞ്ഞാലല്ലേ അത് ദൈവം ചെയ്തതിനെ സ്തുതിക്കാനും വർണ്ണിക്കാനും നന്ദി പറയാനും ഒക്കെ ഉള്ളൂ. ഇതെല്ലാം ഞാൻ ചെയ്തതാണ് എന്ന ചിന്തയിൽ ജീവിക്കുമ്പോൾ ഒരിക്കലും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ സാധിക്കില്ല. അതിൻ്റെ 9-ാം അധ്യായത്തിൽ അവിടെ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. അതിന് ശേഷം നിന്റെ ദൈവമായ യഹോവ അവരെ, അതായത് ചെല്ലാൻ പോകുന്ന ദേശത്തെ ജാതികളെ നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ ശേഷം എൻ്റെ നീതി നിമിത്തം ഈ ദേശം കൈവശമാക്കുവാൻ യഹോവ എന്നെ കൊണ്ടുവന്നുവെന്ന് നീ ഹൃദയത്തിൽ പറയരുത്. ഞങ്ങൾ നല്ലവരായതുകൊണ്ടാണ്, ഞങ്ങൾ നീതിമാന്മാരായതുകൊണ്ടാണ് ദൈവം ഞങ്ങളെ ഈ നല്ല ദേശം തന്നു എന്ന് നീ ഹൃദയത്തിൽ പറയരുത്. അങ്ങനെയല്ല, സത്യമല്ല. ഈ ജാതിയുടെ അവിടെ ആ ദേശത്ത് കനാൻ ദേശത്തുള്ള ജാതികളുടെ ദുഷ്ടതയാണ് അവരെ നീക്കിക്കളയാൻ ദൈവത്തിന് മനസ്സായത്. അവർക്കുള്ള ശിക്ഷയായിരുന്നു അത്. അങ്ങനെ അവരുടെ ശിക്ഷ കൊണ്ടാണ്, അല്ലാതെ നിൻ്റെ നല്ല ഗുണം കൊണ്ടല്ല എന്ന് നീ ഓർത്തോണം. അത് നിൻ്റെ നല്ല ഗുണം, നിനക്ക് നല്ല ഗുണമില്ല.
മാത്രവുമല്ല, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന നിൻ്റെ പിതാക്കന്മാരോട് ഞാൻ യഹോവ സത്യം ചെയ്ത് അത് നിവർത്തിക്കേണ്ടതിന് മാത്രമേ നിങ്ങളെ ഈ കനാൻ ദേശത്തേക്ക് തന്നെ വേറെ എവിടെ വേണേലും കൊണ്ടുപോകാമല്ലോ. കനാൻ ദേശത്തേക്ക് തന്നെ കൊണ്ടുവന്ന കാര്യം കനാൻ ദേശത്ത് ഉള്ള ആളുകളുടെ അല്ലെങ്കിൽ ആ ജനത്തിൻ്റെ ഹിത്യർ, ഹിവ്യർ, ഗർഗശ്യർ ഇവരുടെയൊക്കെ ജനസമൂഹത്തിൻ്റെ ദുഷ്ടത ഒന്ന് മാത്രമല്ല, അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്തൊരു വാഗ്ദത്തമാണ് നീ ഈ കാണുന്ന ദേശം നിൻ്റെ സന്തതിക്ക് കൊടുക്കുമെന്നുള്ളത്. അപ്പം അതും ഒരു കാര്യമാണ്. അപ്പം നീ നിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ച് എന്ന് ഓർക്കുക. എവിടെ നിങ്ങൾ ദുശാഠ്യമുള്ള ജനമായിരുന്നു, മരുഭൂമിയിൽ വെച്ച് ദൈവത്തെ കോപിപ്പിച്ചു. മിസ്രയീം ദേശത്ത് പുറപ്പെടുന്ന ആൾ മുതൽ ഈ സ്ഥലത്ത് വരുന്നതുവരെയും നിങ്ങൾ യഹോവയോട് മത്സരിക്കുകയായിരുന്നു. അപ്പം ദൈവത്തോടുള്ള മത്സരത്തിൽ ദൈവം ഈ സംരക്ഷണമൊക്കെ കൊടുക്കുമ്പോഴും അവർ ദൈവത്തോട് മത്സരിക്കുന്നവരായിരുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോക്കേണ്ടത് ഈ സംരക്ഷണയിൽ നമ്മൾ നടക്കുമ്പോൾ ഈ കാലം അത്രയും ദോഷങ്ങൾ തട്ടാതെ നമ്മൾ ജീവിച്ചപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചിന്തയാണ് ഇവിടെയും നമ്മൾ ദൈവത്തോട് മത്സരിക്കുന്നവരാണോ എന്നുള്ളത്, അതോ കീഴ്പ്പെട്ട് പോകുന്ന മനുഷ്യരാണോ എന്നുള്ളത്. പിന്നെ വായിക്കുന്നത്, ഞാൻ പർവ്വതത്തിൽ 40 രാവും 40 പകലും പർവ്വതത്തിൽ താമസിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല 40 ദിവസം. ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ 2 പലകകളെ യഹോവ എൻ്റെ പക്കൽ തന്നു. മഹായോഗം, അതാണ് മഹായോഗമാണ്. ആ 40 ദിവസത്തെ ദൈവവും മോശയുമായിട്ടുള്ള ആ ദിവസങ്ങളെ അത് മഹായോഗം എന്നാണ് പറയുന്നത്. മഹായോഗം ഉണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ വെച്ച് തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത വചനങ്ങളും, അതാണ് ഈ പറഞ്ഞ 10 കൽപ്പനകളെ സംബന്ധിച്ചുള്ള ഈ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം അത് എന്നിട്ട് ഇറങ്ങിച്ചെന്നപ്പോൾ നിങ്ങൾ ദൈവത്തെ മറന്ന് ഒരു വിഗ്രഹം വാർത്തുണ്ടാക്കി അതിനെ ആരാധിക്കുന്നു എന്നുള്ളത് ദൈവം പറയുകയും, ഞാൻ ഈ ജനത്തെ ദുശാഠ്യമുള്ള ജനമെന്ന് കാണുന്നത് എന്നെ വിടുക, ഞാൻ അവരെ നശിപ്പിച്ച് അവരുടെ പേർ ആകാശത്തിൽ നിന്ന് മായ്ച്ചു കളയും എന്ന് ദൈവം പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞാണ്. എന്നിട്ട് നിന്നെ അവരെക്കാൾ മോശയെ അവരെക്കാൾ ബലവും വലിപ്പമുള്ള ജാതിയാക്കുമെന്ന് യഹോവ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി പർവ്വതം തീ കത്തിക്കാളുകയായിരുന്നു. നിയമത്തിൻ്റെ കൽപ്പന എടുത്തും താഴെ വന്നപ്പോൾ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നിങ്ങൾ യഹോവയോട് കൽപ്പിച്ച വഴി വേഗത്തിൽ വിട്ടുമാറിയിരുന്നത് കണ്ടു. അപ്പോൾ ഞാൻ 2 പലകളും എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ കാണുകയും എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു. പിന്നെ യഹോവയെ കോപിപ്പേണ്ടക്കവണ്ണം നിങ്ങൾ അവന് അനിഷ്ടമായി പ്രവർത്തിച്ചു നിങ്ങളുടെ സകല പാപങ്ങളും നിമിത്തം ഞാൻ യഹോവയുടെ സന്നിധിയിൽ മുമ്പിലത്തെ പോലെ 40 രാവും 40 പകലും വീട് കിടന്നു എന്നാണ്. 40 ദിവസം ദൈവത്തോടുള്ള മഹായോഗം കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ ജനം കാണിച്ച വലിയൊരു തെറ്റിനെ പ്രായശ്ചിത്തമായിട്ട് വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ 40 ദിവസം ആഹാരമൊന്നും ഇല്ലാതെ കിടന്നു എന്നാണ്. നിങ്ങൾ പ്രവർത്തിച്ച അനിഷ്ടത്തിന് നിങ്ങളുടെ സകല പാപങ്ങളും നിമിത്തം ഞാൻ യഹോവയുടെ സന്നിധിയിൽ മുമ്പിലത്തെ പോലെ 40 രാവും 40 പകലും വീണ് കിടന്നു. ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല. യഹോവ നിങ്ങളെ നശിപ്പിക്കുമാറ് നിങ്ങളുടെ നേരെ കോപിച്ച കോപവും ക്രോധവും ഞാൻ ഭയപ്പെട്ടു. എന്നാൽ യഹോവ ആ പ്രാവശ്യം എൻ്റെ അപേക്ഷ കേട്ടു. അഹരോനെ നശിപ്പിക്കുമാറ് അവൻ്റെ നേരെയും യഹോവ ഏറ്റവും കോപിച്ചു. അപ്പം അഹരോനാണ് ഇത് ചെയ്തത്. അഹരോൻ ചെയ്തെന്ന് പറഞ്ഞാൽ ജനം പറഞ്ഞു, മോശയെ കാണാനില്ല, ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരികയെന്ന്. അപ്പോൾ അഹരോനും ജനത്തിനുമൊക്കെ അറിയാവുന്ന ദൈവം മിസ്രയീമിലെ കാളക്കുട്ടിയാണ്. ആ ദൈവത്തെ ഇവർ സ്വർണ്ണമെല്ലാം പൊന്നുമെല്ലാം കൊടുത്തപ്പോൾ തീയിലിട്ടത് വാർത്ത് ഒരു ബിംബത്തെ ഉണ്ടാക്കി. അത് ആ കാളക്കുട്ടിയെ. അതാണ് ഇവിടെ സംഭവിച്ചത്. ആ സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ ത്യജിച്ച് കിടന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും അന്ന് ദൈവം കൊല്ലുമായിരുന്നു, നശിപ്പിക്കുമായിരുന്നു. ആരും ഇല്ലാതെ വണ്ണം എല്ലാവരെയും നശിപ്പിക്കുമായിരുന്നാണ് ദൈവം മോശെ അവരോട് പറയുന്നത്. ഞാൻ നിങ്ങളെ അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ യഹോവയുടെ മത്സരികളായിരുന്നു. യഹോവ നിങ്ങളെ നശിപ്പിക്കുമെന്ന് അരുളി ചെയ്തിരുന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ 40 രാവും 40 പകലും വീണ് കിടന്നു. ഞാൻ യഹോവയെ അപേക്ഷിച്ച് പറഞ്ഞത്, യഹോവയായ കർത്താവേ, നിൻ്റെ മഹത്വം കൊണ്ട് നീ വീണ്ടെടുത്ത് ബലമുള്ള കയ്യാൽ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിൻ്റെ ജനത്തെയും നിൻ്റെ അവകാശത്തെയും നശിപ്പിക്കരുതേ. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന തൻ്റെ ദാസന്മാരെ ഓർക്കണമേ. താൻ അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന ദേശത്ത് അവരെ എത്തിപ്പാൻ യഹോവയ്ക്ക് കഴിയായ കൊണ്ട് അവൻ അവരെ പകച്ചതുകൊണ്ടും അവരെ കൊണ്ടുപോയി മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്ന് നീ
ഞങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്ന ദേശക്കാർ, മിസ്രൈമ്യർ, മറ്റു ജാതികൾ പറയാൻ ഇടവരുത്തരുതേ എന്നാണ്. ഈ ജനത്തിൻ്റെ ശാഠ്യതയും അവരുടെ അതിക്രമവും ദൈവമേ നോക്കരുതേ. അവർ നിൻ്റെ മഹാബലം കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ട് നീ പുറപ്പെടുവിച്ചു കൊണ്ടും നിൻ്റെ ജനവും നിൻ്റെ അവകാശവുമല്ലോ. അപ്പം ഇത്രയുമൊക്കെ കാര്യങ്ങൾ മോശെ ഈ ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് നിലവിളിച്ചും കരഞ്ഞും ഒക്കെയും പ്രാർത്ഥിച്ചിട്ടാണ് ആ ജനം അന്ന് കൊല ചെയ്യപ്പെടാതിരുന്നത് എന്നുള്ളത് അവർ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ഏറ്റവും സമീപത്താണ്. ദൈവത്തെ അറിയാതെ ദൈവത്തെ കോപിക്കുകയും ദൈവമല്ലാതെ മറ്റ് വിഗ്രഹങ്ങളും ഒക്കെയും പോകുമ്പോൾ, അതിൻ്റെ പുറകെ പോകുമ്പോൾ ദൈവം നിങ്ങളെ നശിപ്പിക്കും, ഇനിയും അത് ചെയ്യും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അന്ന് ഇതുപോലെ അതിവിടെ പറയുന്നില്ല എന്നും എങ്കിലും ഞാനത് പറയാൻ, അന്ന് ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി 40 രാവും 40 പകലും ഉപവസിച്ച് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിപ്പാൻ ആരും ഉണ്ടാകില്ല. അന്ന് അവിടെ കിടന്ന് നിങ്ങൾ ഈ ശിക്ഷയെല്ലാം വാങ്ങും. അതുകൊണ്ട് അത് ഒഴിവാക്കുവാൻ നിങ്ങൾ ദൈവത്തെ മറന്നു പോകരുത് എന്നുള്ളതാണ് മോശെ അവരെ ഓർമ്മിപ്പിക്കുന്നത്. സഭാപ്രസംഗി 3-ാം അധ്യായം ആണ് 2ാമത്തെ വായനാഭാഗം. അതിൽ പറയുന്നത് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിക്കാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിപ്പാനൊരു കാലം, കൊല്ലുവാനൊരു കാലം, സൗഖ്യമാക്കുവാനൊരു കാലം, ഇടിച്ചു കളവാനൊരു കാലം, പണിവാനൊരു കാലം, കരവാനൊരു കാലം, ചിരിപ്പാനൊരു കാലം. ഇങ്ങനെ ഓരോന്നിനും ഓരോ കാലമുണ്ട് എന്ന് പറഞ്ഞു പോവുകയാണ്. അതുപോലെ വിലയിപ്പാനൊരു കാലം, നൃത്തം ചെയ്യാനൊരു കാലം, കല്ല് പെറുക്കിക്കളവാനൊരു കാലം. ഇങ്ങനെ കാലങ്ങളെല്ലാത്തിനും ഒരു കാലമുണ്ട്. സ്നേഹിപ്പാനൊരു കാലം, ദ്വേഷിപ്പാനൊരു കാലം, യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിനൊരു കാലവുമുണ്ട്. പ്രവർത്തിക്കുന്നവന് തൻ്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം? ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കൊണ്ട് അവൻ സകല സകലവും അവൻ കഷ്ടപ്പാടല്ല, അവൻ സകലവും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. അപ്പം ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി പറയുന്നത്, നിത്യത, ആ എറ്റേണിറ്റി മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പം നിത്യത എന്നത് മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. അപ്പം ആദ്യം നമ്മൾ വായിച്ചു വന്നത് അവിടെ മായ സർവവും മായ എന്ന് നമ്മൾ വായിച്ചു വരികയാണ്. അപ്പം മായയല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് വായിക്കുന്നത്. അത് മനുഷ്യ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന നിത്യതയാണെന്നാണ്. അപ്പം അത് ഉണ്ട്. അത് നമ്മൾ മായയെക്കുറിച്ച്, എല്ലാം മായ എന്ന് പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും വിശ്വസിക്കുമ്പോഴും അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോഴും എല്ലാം മായയല്ല എന്നുള്ളതും നമ്മൾ അതിനകത്തുനിന്ന് വായിച്ചെടുക്കണം. മായയല്ലാത്തതിനെ നമ്മൾ വില കൊടുക്കണം, മായയല്ലാത്തതിനെ നമ്മൾ ഏറ്റെടുക്കണം, മായയല്ലാത്തതിനെ നമ്മൾ ആഗ്രഹിക്കണം, മായയല്ലാത്തതിനെ നമ്മൾ ലക്ഷ്യം വെക്കണം. ഇതാണ് അതിനകത്ത് കണ്ടെത്തേണ്ടത്. ഈ സഭാപ്രസംഗി പുസ്തകം വായിക്കുമ്പോൾ എല്ലാം മായയാണെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യാൻ, ഇതെങ്ങനെയാലും ആവട്ടെ, ഞാനിങ്ങനെ അങ്ങ് ജീവിക്കാം, ദൂരത്തടിച്ചോ അല്ലെങ്കിൽ സൂചിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുമൊക്കെ ജീവിക്കാം, എല്ലാം മായയല്ലേ എന്ന് വിചാരിക്കുന്നിടത്തല്ല, മറിച്ച് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് നിത്യത എന്നത്. ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. മനുഷ്യർക്ക് കഴിവില്ല. ജീവപര്യം സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതും അല്ലാതെ ഒരു നന്മയും മനുഷ്യർക്കില്ല എന്ന് ഞാൻ അറിയുന്നു. അപ്പം ഈ നിത്യതയില്ലാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഭൂമിയിൽ തിന്നുകയും കുടിക്കുകയും സുഖമായി ജീവിക്കുകയും ചെയ്യുന്നതല്ലാതെ വേറെ നന്മയുമില്ല. എന്നാൽ നിത്യത ഉള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്നെ അത് അവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. ശാശ്വതമെന്ന്, എല്ലാം മായയാണ്, നശിച്ചുപോകുന്നതാണെങ്കിൽ ശാശ്വതമാകുന്നത് എങ്ങനെ? അപ്പം ദൈവം പ്രവർത്തിക്കുന്ന കാര്യത്തിൽ എല്ലാം ശാശ്വതമാണ് എന്ന് ഞാൻ അറിയുന്നു. ശാശ്വതമായതുണ്ടപ്പോൾ അതിനോടൊന്ന് കൂട്ടുവാനും അതിൽ നിന്ന് കുറപ്പാനും കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. ഇപ്പോഴുള്ളത് പണ്ടുണ്ടായിരുന്നു, ഉണ്ടാകുവാനുള്ളതും മുമ്പുണ്ടായിരുന്നത് തന്നെ. കഴിഞ്ഞു പോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. പിന്നെയും ഞാൻ സൂര്യന് കീഴിൽ, അത് കഴിഞ്ഞു പോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നതാണ്. ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ എല്ലാവരും കഴിയുന്നത് തന്നെയാണ്.
കഴിഞ്ഞു പോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. അപ്പം ഈ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് യേശുക്രിസ്തു കഴിഞ്ഞു പോയവനായിരുന്നല്ലോ. ഞാനൊരു ഉദാഹരണം പറയാം അപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. യേശുക്രിസ്തു കഴിഞ്ഞു പോയതായിരുന്നു. എന്നാൽ കഴിഞ്ഞു പോയതിനെ ദൈവം മറന്നില്ല. കഴിഞ്ഞു പോയതിനെ ഓർത്തിട്ട് എന്ത് ചെയ്തു? ആ നിത്യത യേശുക്രിസ്തുവിന് കൊടുത്തു. അതാണ് നമുക്കതിനകത്ത് മനസ്സിലാക്കാം. അപ്പോൾ ആ നിത്യത യേശുക്രിസ്തുവിന് മാത്രമുള്ളതാണോ? അത് സർവ്വ മനുഷ്യർക്കും വെച്ചിട്ടുണ്ട്. സർവ്വ മനുഷ്യർക്കും യോഗ്യരായ എല്ലാവർക്കും അത് ലഭിക്കും. അതാണ് അതിനെ സംബന്ധിച്ച്. എല്ലാവർക്കും കിട്ടുമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കിട്ടത്തില്ല. യേശുക്രിസ്തുവിന് കിട്ടിയതുപോലെ ബാക്കിയുള്ള മനുഷ്യർക്കും കിട്ടും. ഒരുപാട് പേർക്ക് കിട്ടും. അബ്രഹാം, ഇസ്ഹാക്കും യാക്കോബിനൊക്കെ കിട്ടും. അങ്ങനെയുള്ള ജീവിച്ചവർക്ക് കിട്ടും. ഈ കാലഘട്ടത്തിലും അങ്ങനെ മാറ്റി വെക്കപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഈ കാലഘട്ടത്തിലുമുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു കാര്യം ഉണ്ട്. അത് മായയല്ല, അത് നിത്യമായ കാര്യമാണ്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാം. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇവിടെ നമ്മൾ കാണുന്നത് മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത്, ഇത് മനുഷ്യർ നിമിത്തമത്രേ ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിലും തങ്ങൾ മൃഗങ്ങൾ മാത്രമെന്ന് അവർ കാണേണ്ടതിനും തന്നെ. അതായത് ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും. സകല കാര്യത്തിലും പ്രവർത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്നും വിചാരിച്ചിട്ട് ആണ് ഈ കാര്യം പറയുന്നത്. മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കും. രണ്ടിനും ഗതി ഒന്ന് തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു. രണ്ടിനും ശ്വാസം ഒന്നത്രേ. മനുഷ്യന് മൃഗത്തേക്കാൾ വിശേഷതയില്ല. സകലവും മായയല്ലോ കേട്ടോ. അപ്പോൾ മൃഗങ്ങൾ മരിക്കുന്നത് പോലെ മനുഷ്യർ മരിക്കുന്നു. അവർക്ക് മൃഗങ്ങൾക്ക് ഒരു പ്രത്യാശയും പിന്നെ ഇല്ലാത്തതുപോലെ അങ്ങനെ മരിക്കുന്ന മനുഷ്യർക്കും ഒരു പ്രത്യാശയില്ല. എന്നാൽ മൃഗങ്ങൾ മരിക്കുന്നത് പോലെ മരിക്കുന്നു എന്ന് പറയുമ്പം യേശുക്രിസ്തു മരിച്ചു അല്ലേ? അപ്പോൾ മൃഗങ്ങൾക്ക് പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പോ ഒന്നും ഇല്ലാത്തതുപോലെ ആയിരുന്നില്ലല്ലോ മനുഷ്യനായ യേശുക്രിസ്തു മരിച്ചപ്പോൾ. അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ഒരു പുതിയ ജീവൻ ലഭിച്ച് തേജസ്കരണം പ്രാപിച്ച യേശുക്രിസ്തുവാണ്. അപ്പം ഇത് അല്ലാതെ വരുന്നതെല്ലാം മായയാണ്, നശിച്ചു പോകുന്നതാണ്, പിന്നെ ഇത് കാണാത്തതാണ്. എന്നാൽ യേശു അങ്ങനെ ആയിരുന്നില്ല. യേശു അങ്ങനെ മായയായി പോയില്ല. അതുപോലെ അങ്ങനെ മായയല്ലാതായി പോകുവാൻ നമുക്കും കഴിയും എന്നുള്ളത് ഈ അറിയുന്നവർക്ക്, ഇത് മനസ്സിലാകുന്നവർക്കത് ഇതിനകത്തുനിന്ന് വായിച്ചെടുക്കാൻ കഴിയും, സംശയമില്ല. പക്ഷേ ഒരു ധാരണയും ഇല്ലാത്തവർക്ക് ഇത് വായിക്കുമ്പോൾ ഇത് ഒന്നും ഗ്രഹിക്കുവാനൊക്കത്തില്ല. അപ്പോൾ അവർ വായിച്ചു തീർക്കുമ്പം ഈ മനുഷ്യന് മൃഗത്തിൻ്റെ ഗതി തന്നെ എന്ന് വായിക്കുന്ന എല്ലാം മായയാണ്, ഒന്നും ശാശ്വതമല്ല എന്ന് വായിച്ച് അവസാനിപ്പിക്കാനേ, മനസ്സിലാക്കി തീർക്കാനേ കഴിയുകയുള്ളൂ. അവിടെ നിന്നാണ് ഇവിടെ നമ്മൾ ഈ കാര്യങ്ങൾ വായിക്കുന്നത്. എന്നിട്ട് വായിക്കാൻ എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയായിത്തീരുന്നു. മനുഷ്യൻ്റെ ആത്മാവ് മേലോട്ട് പോകുന്നു, മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നു, ആർക്കറിയാം. അതുകൊണ്ട് മനുഷ്യൻ തൻ്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കുന്നതല്ലാതെ മറ്റൊരു നന്മയുമില്ല എന്ന് ഞാൻ കണ്ടു. അതുതന്നെ അവൻ്റെ ഓഹരി. അവൻ്റെ ശേഷം ഉണ്ടാകാനിരിക്കുന്നത് കാണുവാൻ അവനെ മടക്കി വരുത്തുമെന്നാണ്. അപ്പോൾ അവന് ശേഷം സംഭവിക്കുന്നത്, ഇപ്പം അബ്രഹാം തന്നെ മരിച്ചിട്ട് ഇപ്പോൾ നൂറ്റാണ്ടുകളായി. അബ്രഹാമിന് ശേഷം സംഭവിച്ചതൊന്നും ഈ വന്ന മൊബൈൽ ഫോണൊന്നും അബ്രഹാം കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ശേഷം മരിച്ചതിന് ശേഷം നടന്ന കാര്യങ്ങളൊന്നും കാണാൻ അവരെ മടക്കി വരുത്തും എന്നാണ്. അപ്പം അങ്ങനെ മടക്കി വരുത്താൻ കഴിവുള്ളവനുണ്ട്. ഇനി ഈ സമയത്ത് അബ്രഹാം ഉയർത്തെഴുന്നേറ്റ് വരികയാണെങ്കിൽ അബ്രഹാം ജീവിച്ചിരുന്ന കാലത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാലത്തെ അബ്രഹാം കാണും. ഇന്ന് ഈ ലോകത്തുള്ളതൊക്കെയും കാണും. ആ ഒരു ഭീകരമായ വ്യത്യാസം അബ്രഹാം കാണും. പക്ഷെ അല്ലാതെ ഈ മായയായി മരിച്ചു പോകുന്ന മനുഷ്യർക്ക് ഈ പറഞ്ഞ യാതൊരു മെച്ചവുമില്ല. അവർ മൃഗങ്ങളെ പോലെ മരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് മൃഗങ്ങളെ പോലെ മരിക്കാതെ മനുഷ്യ, നിനക്ക് ക്രിസ്തു പ്രാപിച്ച പോലെ ഒരു ജീവൻ പ്രാപിച്ച് ഒരിക്കലും വീണ്ടും മരിക്കാതെ ജീവിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള വ്യവസ്ഥ ബൈബിൾ നമുക്ക് തരുന്നു എന്നുള്ളതാണ്. ഇതാണ് ബൈബിളിനെ മറ്റുള്ള എല്ലാ പുസ്തകങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. എല്ലാ ജാതികൾക്കും എല്ലാ കാര്യങ്ങളുമുണ്ട്, എല്ലാ മനുഷ്യർക്കും എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷേ ബൈബിളിനെ ബന്ധപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്ന, ഈ ബൈബിൾ മാത്രം പറഞ്ഞിരിക്കുന്ന, ബൈബിൾ വിശ്വസിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്നതുമായ ഒരു കാര്യം, അതാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. അത് പ്രാപിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ ബൈബിളിലുണ്ട് എന്നുള്ളതാണ്
നമ്മൾ മനസ്സിലാക്കേണ്ടതും അന്വേഷിക്കേണ്ടതും. മൂന്നാമത്തെ വായനാഭാഗം യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ 2 അധ്യായങ്ങളിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്, 20-21 അധ്യായങ്ങൾ. അപ്പോൾ ഇതോടുകൂടി യോഹന്നാൻ്റെ സുവിശേഷം അവസാനിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-21 അധ്യായങ്ങൾ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് യേശുക്രിസ്തുവിൻ്റെ മരണവും അടക്കവും കഴിഞ്ഞു. കല്ലറയിൽ വെച്ചിട്ട് ഇവർ പോവുകയാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയം വന്ന് നോക്കിപ്പോയി കല്ലറ മാറിക്കിടിക്കുന്നത് കണ്ടു. കല്ലറയുടെ അടപ്പ് തുറന്നിരിക്കുന്നത് കണ്ടു. എന്നാൽ യേശുവിനെ അതിനകത്ത് കാണാനുമില്ലായിരുന്നു. ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നേരെ ചെന്ന് പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞു. അവരതിനേക്കാളും വേഗത്തിൽ തിരിച്ചിങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. അവിടെ ഒരു 2 ഈ ഒരു ശീലകൾ വേറെ കിടക്കുന്നതൊക്കെ കണ്ടിട്ട് അവർക്കപ്പോഴും മനസ്സിലായില്ല യേശുക്രിസ്തു പറഞ്ഞു ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യമൊന്നും പറഞ്ഞത്. അവരൊക്കെ അത് ഗ്രഹിച്ചില്ല, അപ്പോഴും ഗ്രഹിക്കുന്നില്ല. അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി. എന്നാൽ പക്ഷേ മറിയ അവിടെ പോയില്ല. മറിയ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പം അവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ 2 ദൂതന്മാർ കല്ലറയുടെ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഒക്കെ ഇരിക്കുന്നത് മറിയ കാണുന്നുമുണ്ട്. അതിനിടയ്ക്ക് അവളോട് ചോദിക്കുന്നത്, സ്ത്രീയെ നീ കരയുന്നത് എന്തെന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി എവിടെ വെച്ചൊന്നും അറിയുന്നില്ല. അത് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പം യേശു നിൽക്കുന്നത് കണ്ടു. യേശു ആണെന്ന് അറിഞ്ഞില്ല. പക്ഷേ യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ നീ കരയുന്നത് എന്ത്, ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരനാണെന്ന് വെച്ചിട്ട് യജമാനെ അവൻ എവിടെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അറിയാമെങ്കിൽ പറഞ്ഞതാ, ഞാൻ പോയി അവനെ എടുത്തുകൊണ്ട് പൊക്കോളാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് യഹൂദ അവർ മറിയയെ എന്ന് വിളിക്കുന്നുണ്ട്. മറിയയെ എന്ന് വിളിക്കുന്നുണ്ട്, പേര് പറഞ്ഞ് വിളിക്കുകയാണ് യേശുക്രിസ്തു. അപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി ഇതാരാണ് വിളിക്കുന്നതെന്നുള്ളത്. അവൾ തിരിഞ്ഞു റബ്ബൂനി എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് അവളോട് പറയുകയാണ്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. നീ ചെന്ന് സഹോദരന്മാരുടെ അടുത്ത് എന്ന് പറയണം, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. എന്താണ് വായിക്കുന്നവർ മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ പുസ്തകം കഴിഞ്ഞ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ഉണ്ട്. പക്ഷേ ഈ വാക്യവും ഇതിനകത്തുണ്ട്. എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയാണ്. അപ്പം അങ്ങനെ മഗ്ദലക്കാരത്തി മറിയെ അങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ച് ശിഷ്യന്മാരോട് പറയാൻ വേണ്ടി ക്രിസ്തു അയക്കുകയാണ്. ഒരു പറഞ്ഞ വാക്യം ഒന്നുകൂടെ ഓർക്കണം. എൻ്റെ പിതാവും, യേശുക്രിസ്തുവിൻ്റെ പിതാവും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ പിതാവും, യേശുക്രിസ്തുവിൻ്റെ ദൈവവും ശിഷ്യന്മാരുടെ ദൈവവും. അപ്പോൾ ഈ പത്രോസ്, യോഹന്നാൻ, അന്ത്രയോസ്, ഫിലിപ്പോസ്, യൂദ, യാക്കോബ് ഇവർക്കൊക്കെ ഒരു ദൈവം ഉള്ളതുപോലെ യേശുക്രിസ്തുവിനും ഒരു ദൈവമുണ്ട് എന്ന് ആണ് ഇവിടെ ഗ്രഹിക്കേണ്ടത്. മറിച്ച് ലോകം പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളല്ല. എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ലോകം ഇതിന് വ്യത്യസ്തമായി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ 1, 2, 3 കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പം ആ കാര്യങ്ങളിലല്ല നമ്മൾ ചിന്തിച്ച് പോകേണ്ടത്. മറിച്ച് വചനം കൃത്യമായി എഴുതി വച്ചിരിക്കുന്ന എന്താണോ അതാണ് നമ്മൾ മനസ്സിലാക്കി. യേശു ക്രിസ്തുവിന് ദൈവം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഗ്രഹിക്കുക, അത് വിശ്വസിച്ച് മുമ്പോട്ട് പോകണം. ബൈബിൾ പറയാത്തത് വിശ്വസിച്ച് പോകുന്നത് നമുക്ക് ലഭിക്കേണ്ടത് ലഭിക്കുകയുമില്ല. മാത്രമല്ല നമുക്ക് ശിക്ഷ കിട്ടേണ്ടത് ശിക്ഷ കിട്ടുകയും ചെയ്യും. പിന്നെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാർ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലെ വിലാപ്പുറവും കൈയും മുറിവുകളും ഒക്കെ കണ്ടു. ശിഷ്യന്മാർ സന്തോഷിച്ചു. അത് യേശു തന്നെയാണെന്ന് അവർക്ക് ഗ്രഹിച്ചു. എന്നാൽ അന്ന് യേശുക്രിസ്തു വരുന്ന സമയത്ത് തോമസ് അവരോട് ഇല്ലായിരുന്നു. ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തല്ല ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഒരു 8 ദിവസം കഴിഞ്ഞിട്ട് ഇതുപോലെ വീണ്ടും തോമസും ഒക്കെ ഉള്ള സമയത്ത് യേശുക്രിസ്തു വാതിൽ അടച്ചിരിക്കുകയായിരുന്നു. അടച്ചിരുന്ന വാതിലിൽ നിന്ന് തുറക്കാതെ തന്നെ അവിടെ നടുവിൽ വന്നു എന്ന് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. തോമസിനോട് പ്രത്യേകം പറഞ്ഞു, ഇതാ നീ നിൻ്റെ വിരലിട്ട് ഇങ്ങോട്ട് നോക്കി കാണുക, നീ വിരലെൻ്റെ വിലാപ്പുറത്ത് ഇട്ടിട്ട് നീ വിശ്വസിച്ചാൽ മതി, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. അവിടെ തൻ്റെ തെറ്റിനെ
തോമസ് തിരിച്ചറിയുകയും ക്രിസ്തുവിനോട് കർത്താവേ എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഇതെന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ആളുകളെ സംബന്ധിച്ച്, എന്നെ കേൾക്കുന്ന ആളിനെ സംബന്ധിച്ചൊക്കെയും വളരെ സന്തോഷമുള്ളതും സന്തോഷമുണ്ടാകേണ്ടതുമായൊരു കാര്യമാണ്. കാരണം യേശുക്രിസ്തു അവിടെ പറഞ്ഞത് നമ്മളെക്കുറിച്ചാണ്. കാരണം നമ്മൾ കാണാതെ വിശ്വസിച്ചവരാണ്. തോമസ് കണ്ടിട്ടാണ് വിശ്വസിക്കുന്നത്. നമ്മൾ യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ല, ദൈവത്തെ കണ്ടിട്ടില്ല, ദൂതന്മാരെ കണ്ടിട്ടില്ല, പ്രവാചകന്മാരെ കണ്ടിട്ടില്ല. നമ്മൾ കാണാതെ വിശ്വസിച്ചവരാണ്. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയാണെന്നാണ് യേശുക്രിസ്തു. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ആ കാണാതെ വിശ്വസിച്ചത് കൂട്ടത്തിലാണ് നാം കൂടെ നാമുള്ളത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം. എന്നിട്ട് യോഹന്നാൻ പറയുകയാണ്, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കാണിക്കുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകേണ്ടതിന്, നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പം വേറൊരു പുസ്തകത്തിൽ പറയുന്നത്, യേശുക്രിസ്തു ചെയ്ത എല്ലാ കാര്യങ്ങളും എഴുതാനാണെങ്കിൽ ലോകത്തുള്ള പുസ്തകങ്ങൾ തികയുകയില്ല എന്നാണ്. പക്ഷേ വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി നമുക്ക് തന്നിട്ടുമുണ്ട്. അതിൽ ഒരു വീഴ്ചയും വന്നിട്ടില്ല. എന്നിട്ട് അതിൻ്റെ 21-ാം അധ്യായം, അവസാനത്തെ അധ്യായം, പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അതിങ്ങനെയായിരുന്നു. പത്രോസും തോമസും ഗലീലയിലെ കാനായിലെ നഥനയേലും ശബരി മക്കളും അവരുടെ ശിഷ്യന്മാരും വേറെ 2 പേരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ശീമോൻ പത്രോസ് മീൻ പിടിക്കാനായിട്ട് പുറപ്പെട്ടു. ഞങ്ങളും വരുന്നു എന്നവരും പറഞ്ഞു. അവർ വള്ളം കയറി പോയി. ഒന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ പിടിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എന്നാൽ ഏകദേശം നേരം വെളുക്കാറായി, പുലർച്ചയായി. യേശു കരയിൽ നിന്നു വന്നു. യേശു ആകുന്ന ശിക്ഷ അറിഞ്ഞുമില്ല. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലത് ഭാഗത്ത് വല വീശാൻ പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഈ രാത്രി മുഴുവൻ ഞങ്ങൾ വല വീശി ഒന്നും കിട്ടിയില്ല, എന്നാലും നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ, അപ്പോൾ ഇതിനകത്ത് അത് എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു, നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വല ഇറക്കാമെന്ന് പറഞ്ഞു. പക്ഷേ വലയിട്ടു. നിറച്ച് മീൻ കേട്ടിട്ട് അവർക്ക് അത് വലിച്ചു കയറ്റാൻ കഴിഞ്ഞില്ല. അത്ര മീൻ നിറഞ്ഞു ആ വലയിൽ. അപ്പം അവിടെ യോഹന്നാൻ പത്രോസിനോട് പറഞ്ഞു, അത് യേശുവാകുന്നു, കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ശിമോൻ അവിടെ തുണിയൊന്നുമില്ലാതെ, രാത്രിയല്ലേ, ഒന്നും തുണിയില്ലാതൊന്നുമില്ലാണ് അവിടെ നിന്ന് മീൻ പിടിച്ചുകൊണ്ട് നിന്നത്. പിന്നെ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിലെടുത്തൊറ്റ ചാട്ടം ചാടി. ശിഷ്യന്മാർ കരയിൽ തന്നെ നിന്നു. അത് കഴിഞ്ഞവർ തിരിച്ച് കയറി വന്നു. കുറേ ബാക്കിയുള്ള പടകിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചവർ ഒരു പരുവത്തിന് സാധനം വല മേൽ കയറ്റി. കയറി വന്നപ്പോഴത്തേക്ക് അവിടെ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നു, അപ്പവും ഒക്കെ കണ്ടു. അപ്പം പുതിയ മീൻ കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. അതും കൂടെ എല്ലാം കൊണ്ടുവന്നിട്ട് അവർ ആഹാരമൊക്കെ കഴിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. രാത്രി അതിരാവിലെ അവർ യേശുക്രിസ്തുവിനോട് കൂടെ ആഹാരം കഴിച്ചു. യേശു അവിടെ വെച്ച് മുമ്പത്തെ പോലെ അപ്പം എടുത്ത് ദൈവത്തെ സ്തുതിച്ചിട്ട് അവർക്ക് പകുത്തു കൊടുത്തു. ഇതൊക്കെയും അവർ ആ കാഴ്ചകൾ, മുമ്പ് കണ്ട കാഴ്ചകൾ വീണ്ടും കാണുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ യേശു തന്നെയാണ് എന്നവർ വിശ്വസിക്കുകയും അങ്ങനെ 3-ാമത്തെ പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായൊരു സംഭവമായിരുന്നു അത്. അപ്പോൾ പത്രോസിനോട് പറയുന്നുണ്ട്, ചോദിക്കുന്നത് പത്രോസിനോട് മാത്രമേ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഉവ്വ് കർത്താവേ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ആടുകളെ മേയ്ക്കാൻ പറഞ്ഞു. അടുത്ത് വീണ്ടും കുറച്ച് കഴിഞ്ഞ് വീണ്ടും ചോദിക്കുന്നു, പത്രോസേ നീ എന്നെ അധികമായി സ്നേഹിക്കുന്നുണ്ടോ? ഉവ്വ് കർത്താവേ ഞാൻ നിന്നെ അധികമായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ശരി, നീ എൻ്റെ ആടുകളെ പാലിക്കാമെന്ന് പറഞ്ഞു. അപ്പം വീണ്ടും 3-ാമതും ശിമോനെ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് 3-ാമതും ചോദിച്ചപ്പോൾ പത്രോസ് അങ്ങ് ദുഃഖിച്ചു, സങ്കടമായി. കർത്താവ്, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് എന്നും നീ അറിയുന്നു എന്ന് അവനോട്. ഞാൻ നിന്നോട് പറയണ്ട, അല്ലാതെ എൻ്റെ പ്രിയത്തെക്കുറിച്ച് നിനക്കറിയാം എന്നാണ് അവിടെ പറയുന്നത്. എൻ്റെ ആടുകളെ മേയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, യേശുക്രിസ്തു ഈ പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞല്ലോ. അപ്പോൾ പത്രോസിന് തിരിച്ചു ലഭിക്കുന്ന ഒരു അവസരമാണ് ഇത്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിന് അതേ നാവ് കൊണ്ട്, അതേ അധരം കൊണ്ട് 3 പ്രാവശ്യം അതിനെ മാറ്റി പറയാനുള്ളൊരു അവസരം കൊടുത്തു എന്നാണ് ഞാൻ കരുതുന്നത്. 3 പ്രാവശ്യം തള്ളിക്കളഞ്ഞതിൻ്റെ ആ കുറ്റത്തെ
അവിടെ മായ്ക്കപ്പെടുകയാണ്. എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പറയുന്നത് വഴി. അങ്ങനെയാണ് ഞാനതിനെ കാണുന്നത്. അപ്പം അങ്ങനെ പത്രോസിന് ഒരു മടക്കം, ഒരു അവസരം കിട്ടിയതുപോലെ എപ്പോഴും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ ഭയക്കേണ്ട മറ്റൊരു കാര്യം. അതുകൊണ്ട് എന്നെ തള്ളിപ്പറയുന്നവനെ ഞാൻ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ അവനെയും തള്ളിപ്പറയുമെന്നാണ് ക്രിസ്തു ഒരിടത്ത് പറയുന്നത്. എന്നെ തള്ളിപ്പറയുന്നവനെ ഞാനും എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ തള്ളിപ്പറയുമെന്നാണ്. അപ്പം അങ്ങനെ ക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ, ദൈവത്തെ തള്ളിപ്പറയുവാൻ പറയുന്നത് മാത്രമല്ല, പറച്ചിലല്ലോ, പറച്ചിൽ പറയണമെന്നില്ല. പക്ഷേ പ്രവൃത്തികൾ കൊണ്ട് ക്രിസ്തുവിനെ തള്ളിക്കളയുന്ന പ്രവൃത്തികളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. പറയണമെന്നേ ഇല്ല, അത് പറയാതെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ അതൊക്കെ നമ്മൾ സൂക്ഷിക്കുകയും ഓർക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ പത്രോസിന് ലഭിച്ചൊരു അവസരം നമുക്ക് ലഭിക്കണമെന്ന് ഇല്ല. എൻ്റെ അവസാനത്തെ വാക്യത്തിലേക്ക് എത്തുകയാണ്. അവിടെ ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനുമാകുന്നു. അവൻ്റെ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ ഇത് എഴുതിയത് എന്ന് പറയുന്ന ആൾ തന്നെ ഇവിടെ അവസാനം എഴുതിയിരിക്കുകയാണ്. ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനുമാകുന്നു എന്ന്. ഇവിടെ അതിന് മുമ്പ് ചിലതിൻ്റെ അവസാനം ഒരു കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ പുസ്തകത്തിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുള്ളത്. യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്, അത് ഓരോന്നായി എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. അതാണ് യോഹന്നാൻ അതിനെക്കുറിച്ച് സംബന്ധിച്ച് പറയുന്നൊരു കാര്യം. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും എഴുതാൻ നിന്നാൽ ലോകത്തിൽ ഒരു പുസ്തകവും തികയില്ല എന്ന് യോഹന്നാൻ പറയുന്നു. അപ്പം പിന്നെ നമുക്ക് ഇതിനകത്ത് അപ്പോൾ എല്ലാം എഴുതിയിട്ടില്ലേ, എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടില്ലേ എന്ന് നമ്മൾ ചിന്തിച്ച് വശമാകണ്ട. നമുക്ക് വേണ്ടത്, അതുകൊണ്ടാണ് 4 പുസ്തകങ്ങൾ ഇവിടെ എഴുതപ്പെട്ടത്. നമുക്ക് വേണ്ടതൊക്കെ ഈ പുസ്തകങ്ങളിലുണ്ട്. നമുക്ക് നന്നായി നടക്കുവാനും ദൈവപ്രസാദകരമായിരിക്കുവാനും നമുക്ക് നിത്യജീവന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ബൈബിളിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള എഴുതിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം എഴുതിയൊരു പുസ്തകം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയുമോ? അത്രയും വലിയ പുസ്തകങ്ങൾ ലൈബ്രറിയിലൊന്നും ഒതുങ്ങത്തില്ല. നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ച് വീട്ടിൽ വെക്കാനൊക്കത്തില്ല. അത്ര വിലയായിരിക്കും അതിന്. അതിനുള്ള എത്ര ഷെൽഫുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലത് വെക്കാൻ കഴിയും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ദൈവം അതിനെല്ലാം ചുരുക്കി നമുക്കെല്ലാവർക്കും പ്രാപ്യമായ രീതിയിൽ ആക്കി തന്നതല്ലേ ഏറ്റവും നല്ലത്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഈ ചെറിയ പുസ്തകത്തിനകത്ത് ആക്കി തന്നെങ്കിൽ ആണ് ഏറ്റവും വലിയ കാര്യം. ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാക്കി വെച്ച് നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയാതെ, പ്രാപ്യമാകാൻ കഴിയാതെ, വാങ്ങിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലായിത്തീരാതെ ദൈവം അതിനെ നമുക്ക് എല്ലാവർക്കും കിട്ടുവാൻ തക്കവണ്ണം, എല്ലാ ജാതികളിലും എല്ലാ ഭാഷക്കാർക്കും അത് ലഭിക്കാൻ തക്കവണ്ണം അത്ര വില കുറച്ച് നമുക്കത് ലഭിക്കാനിടയാക്കിയതല്ലേ കൂടുതൽ നല്ലത്. അതുകൊണ്ട് അതോർത്തും നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനേ ഉള്ളൂ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാനേ ഉള്ളൂ, ദൈവത്തിന് നന്ദി പറയാനുള്ളൂ. നന്ദി കർത്താവേ. ഈ 3-ാമത്തെ വായന ഭാഗത്തിൽ നമ്മളിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരുന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷം, 4 സുവിശേഷങ്ങളിൽ അവസാനത്തെ സുവിശേഷം, നമ്മൾ 4 സുവിശേഷങ്ങൾ ഇപ്പോൾ വായിച്ചു കഴിഞ്ഞു. 4-ാമത്തെ സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ സുവിശേഷങ്ങളൊക്കെ നമുക്ക് ക്രിസ്തുവിനെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ച്, യേശു ക്രിസ്തുവും ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്, അതിലൂടെ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് എന്ത് നന്മയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയും വളരെ കൃത്യമായ വ്യക്തമായ ധാരണ തരാൻ തരക്കത്തിലുള്ള എഴുത്തുകൾ എഴുതി തീർത്തിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം. അതിന് ദൈവം സഹായിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുന്നു. നന്ദി.